ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോർത്ത് ഇന്ത്യയിൽ നേരിട്ട് കണ്ട ഒരു സംഭവമാണ്. നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ മാനേജർമാരെല്ലാവരും കൂടെ ഒന്ന് കൂടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒരച്ഛനെ ഇവരെല്ലാവരും കൂടി ചോദ്യം ചെയ്യുന്നുണ്ട്. അച്ഛൻ എന്തിനാണ് ഇപ്പോൾ ആ സ്കൂളിൽ ഈശോയെ പറ്റി പറഞ്ഞേ? നമ്മളിങ്ങനെ ന്യൂട്രലായിട്ട് പോയിക്കൊണ്ടിരിക്കണല്ലേ. ഇപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം അച്ഛൻ ഈശോയെ പറ്റി പറഞ്ഞതുകൊണ്ടല്ലേ. എന്തിനാണ് ഈശോയെ പറ്റി പറഞ്ഞേ? ആ മനുഷ്യൻ നമ്മളെയൊക്കെ ഇങ്ങനെ അമ്പരപ്പിക്കുന്ന വിധത്തിൽ ഇപ്പോഴും ആരാധനയോടുകൂടി ഞാൻ ഓർക്കുന്നുണ്ടത്. എഴുന്നേറ്റ് എന്ന് പറയുന്നുണ്ട്, ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം സപ്പോസ് ടു ബി എ വിറ്റ്നസ്. കാരണം അതാണ് എൻ്റെ നിയോഗം, അവന് സാക്ഷിയാകുക എന്നുള്ളത്, അവനിലേക്ക് വഴിതെളിക്കുക എന്നുള്ളത്, അതാണ് എൻ്റെ നിയോഗം. നക്ഷത്രം തെളിഞ്ഞിട്ടുണ്ട്, സ്നാപക യോഹന്നാൻ്റെ ശബ്ദമുയരുന്നുണ്ട്. അവനിലേക്ക് വെളിച്ചം കാട്ടുന്നൊരു നക്ഷത്രമാവാനും അവൻ്റെ വഴി തെളിക്കുന്നൊരു പ്രവാചകനാകാനും തന്നെ നമ്മുടെ നിയോഗമെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് മറന്നു പോയിക്കൊണ്ടിരിക്കണേ? അവനിലേക്ക് ഇതുവരെയെങ്കിലും ഒരാളെയെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടോ? അവനിലേക്കുള്ള വഴിയായി വെളിച്ചമായി ഒരാളുടെയെങ്കിലും മുൻപിൽ തെളിയാൻ പറ്റിയിട്ടുണ്ടോ? ഈ ക്രിസ്തുമസിന് ഈശോയിലേക്ക് കുറച്ചു പേരെയെങ്കിലും ഒന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന നക്ഷത്ര തിളക്കമുള്ള മനുഷ്യരായി മാറാൻ, അവൻ്റെ പക്കലേക്ക് മനുഷ്യരെ അടുപ്പിക്കുന്ന പ്രവാചക ധീരതയുടെ ശബ്ദമായി മാറാൻ ഈ തിരുനാൾ, ഈ ക്രിസ്തുമസ് നാളുകൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് സ്നേഹത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നു.